കാട്ടാന ആക്രമണത്തിൽ 65-കാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അതിരപ്പള്ളിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാതയിൽ അരൂർമുഴി വെറ്റിലപ്പാറ 13-ലാണ് വഴി തടയുന്നത്. കർഷകർ വലയുന്നു. നാടിന്റെ പ്രതിഷേധം പിറന്ന മണ്ണിൽ ഈ പ്രദേശത്തെ വന്യമൃഗശല്യം കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിരപ്പള്ളിയിലും പരിയാരത്തും കോടശ്ശേരിയിലും ഒക്കെ കാട്ടാനകളും വന്യമൃഗങ്ങളും ഇറങ്ങി കൃഷി ചെയ്യാനും സ്വതന്ത്രമായി ജീവിക്കാനും കഴിയാത്ത അതിദയനീയമായ സാഹചര്യം. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. 2 വർഷം മുമ്പ് വരെ ഇതുപോലെയുള്ള വന്യമൃഗങ്ങൾ ആനകളുടെ ശല്യം ഈ പ്രദേശത്ത് കുറവായിരുന്നു. എന്നാൽ വനംവകുപ്പിന്റെ അനാസ്ഥ മൂലം ഇവിടെ അനുവദിക്കപ്പെട്ട പണം, ഹാങ്ങിങ് ഫെൻസിങ്ങിന് വേണ്ടി അനുവദിച്ച പണം ഇതുവരെയും പൂർത്തീകരിക്കാനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞിട്ടില്ല. വനംവകുപ്പ് പ്ലാന്റേഷൻ കോർപ്പറേഷന് വിട്ടുകൊടുത്ത സ്ഥലത്ത് ചട്ടവിരുദ്ധമായി അവിടെ പൈനാപ്പിൾ കൃഷി ചെയ്ത് ആ പ്രദേശത്ത് ആനയുടെ വഴിത്താരയിൽ വലിയ ഹൈ വോൾട്ടേജ് ഉള്ള ഫെൻസിംഗ് ഇട്ട് ആനയുടെ സഞ്ചാര പാത തടസ്സപ്പെടുത്തി. ഇപ്പോ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന തിരിച്ച് കാട്ടിലേക്ക് കയറിപ്പോകാൻ കഴിയാതെ ജനവാസ മേഖലയിൽ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന് ഉത്തരവാദി ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ഏതായാലും അതിരപ്പള്ളിയിൽ ഇപ്പോൾ ശക്തമായ ജനരോഷമാണ് നേരിടുന്നത് അല്ലേ? ഇതിലൊരു വിരോധാഭാസമുള്ളത് ഭരണപക്ഷത്തിൽപ്പെട്ട MLA ആണ് ഇത്തരത്തിൽ വനംവകുപ്പിനെതിരെ കുറ്റപ്പെടുത്തുന്നത് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് തന്നെ പറയുന്നു. ഈ പ്രദേശത്ത് കഴിഞ്ഞ 2 വർഷമായി വളരെ രൂക്ഷമാണ് കാട്ടാനശല്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല. മാത്രമല്ല വനംവകുപ്പിന്റെ ഭൂമി പ്ലാന്റേഷൻ കോർപ്പറേഷന് കൃഷി ചെയ്യാൻ, പൈനാപ്പിൾ കൃഷി ചെയ്യാൻ വിട്ടു നൽകി. ഈ ആ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഹൈ വോൾട്ടേജിലുള്ള ഫെൻസിംഗ് സ്ഥാപിച്ചു. അതുകൊണ്ട് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കാട്ടാനകൾക്ക് തിരികെ കാട് കയറി പോകാനുള്ളൊരു സാഹചര്യം അവിടെ ഒരുക്കുന്നില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ സനീഷ് കുമാർ ജോസഫ് MLA വനംവകുപ്പിനെ കുറ്റപ്പെടുത്തുന്നത്. ഓർക്കണം, കോൺഗ്രസ് UDF ഭരണസമിതിയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. അതിന്റെ ഭാഗമായ ഒരു MLA ആണ് ഇത്തരത്തിൽ വനംവകുപ്പിനെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഇതിൽ എടുത്തു പറയേണ്ടതുണ്ട്. മാത്രമല്ല മറ്റ് പല ഭാഗങ്ങളിലും ഫെൻസിംഗ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നൊരു ആക്ഷേപവും ഈ മരണപ്പെട്ട മോഹനന്റെ വീടിന്റെ ഭാഗത്തുള്ള മോഹനന്റെ സുഹൃത്തുക്കൾ തന്നെ രാവിലെ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കാട്ടാനകൾ അവിടേക്ക് എത്തുന്നതും ഇത്തരത്തിൽ കൃഷി ഉൾപ്പെടെ വ്യാപകമായ നാശനഷ്ടം വരുത്തുന്നതും. ഈ സംഭവം പലപ്പോഴും കാട്ടാനകൾ ഇറങ്ങുമ്പോൾ വനംവകുപ്പിനെ അറിയിക്കുന്നില്ല. അറിയിച്ചാൽ തന്നെ ആ വനംവകുപ്പ് കൃത്യമായി എത്തുന്നില്ല എന്നുള്ളൊരു ഗുരുതര ആരോപണം കൂടി വനംവകുപ്പിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. വനംവകുപ്പിന്റെ പെട്രോളിംഗ് ശക്തമായി ആ ഭാഗത്തില്ല. അതുപോലെ RRT സംഘത്തിന്റെ പെട്രോളിംഗ് ശക്തമായി ആ ഭാഗത്തില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കാട്ടാനകൾ ഇത്തരത്തിൽ വിഹരിക്കുന്നത് എന്നുള്ളൊരു ആരോപണം കൂടി ഈ മരണപ്പെട്ട മോഹനന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അരൂർമുഴി വെറ്റിലപ്പാറ 13-ൽ വഴി തടഞ്ഞുള്ള സമരമാണ് നടക്കുന്നത്. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, അതുപോലെ അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നാട്ടുകാരും ഉൾപ്പെടെ സംയുക്ത സമരസമിതിയാണ് വഴിതടയൽ സമരം. റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു സമരമാണ്. റോഡിൽ MLA ഉൾപ്പെടെ കുത്തിയിരുന്നാണ് പ്രതിഷേധിക്കുന്നത്. ഇരുഭാഗത്തും വാഹനയാത്രികർ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിരപ്പള്ളി പോലീസുണ്ട്. കളക്ടറോ അല്ലെങ്കിൽ വനം മന്ത്രിയോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരോ ഇന്ന് തന്നെ സംഭവ സ്ഥലം സന്ദർശിക്കണം. ഈ വന്യമൃഗശല്യം തടയാനുള്ള ശാശ്വത പരിഹാരം കാണും എന്നുള്ളൊരു ഉറപ്പ് നൽകണം. മാത്രമല്ല
മാത്രമല്ല മരണപ്പെട്ട മോഹനന്റെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം അനുവദിക്കണം എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് സമരസമിതി മുന്നോട്ട് വെക്കുന്നത്. അതിനായി ഇന്ന് തന്നെ ഇപ്പോൾ അത് എത്രയും പെട്ടെന്ന് വൈകാതെ തന്നെ ഈ ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ വനം മന്ത്രിയോ അല്ലെങ്കിൽ ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരോ സ്ഥലത്ത് എത്തണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വഴി തടഞ്ഞുള്ള സമരം ഇപ്പോഴും തുടരുകയാണ്. ദീപ്തി, ശരി. എന്തായാലും കട്ടനാക്രമണത്തിൽ 65-കാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അതിരപ്പള്ളിയിൽ ശക്തമായ നാട്ടുകാരുടെ പ്രതിഷേധമാണ് ഉടലെടുക്കുന്നത്. നാട്ടുകാർ റോഡടക്കം ഉപരോധിച്ചുള്ള പ്രതിഷേധമാണ് നടത്തുന്നത്. ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാതയിൽ അരൂർമുഴി വെച്ചിലപ്പാറ 13-നാണ് വഴി തടഞ്ഞ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അനീഷ് അനണിയാണ് വിവരങ്ങൾ നൽകിയത്.